ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബട്ടർ പുഡിംഗ് തയ്യാറാക്കി നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 20 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ബട്ടർ കൂടി ആവശ്യമുണ്ട്. 1/2 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്, 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, മുട്ട 1, 4 സ്ലൈസ് ബ്രെഡ്, പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. ഇനി നമുക്ക് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ അല്പം തണുത്ത പാലിൽ കലക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നമുക്ക് കലക്കിയെടുക്കാം. ഇത് ഇപ്പോൾ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിലോട്ട് വെക്കാം. അതിലേക്ക് നമ്മുടെ പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. നല്ല തിളച്ചു കുറുകുന്ന പരുവമായാൽ നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അര ടീൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 200 ഗ്രാം ബട്ടർ കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ബട്ടറെല്ലാം നന്നായി മെൽറ്റായി വരണം. ഇപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നാല് സ്ലൈസ് ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് കലക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതിനാവശ്യമായ ചൈന ഗ്രാസ് ഡിസോൾവ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഡിസോൾവ് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിംഗ് മിക്സ്ചറിലേക്ക് ചേർക്കാം. ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കണം.
ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനൊന്ന് നമുക്ക് തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ശേഷം നമുക്കിത് ബ്ലെൻഡറിലേക്ക് മാറ്റാം. ശേഷം ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതൊരു പുഡിംഗ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ പുഡിംഗ് തയ്യാറാക്കി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കൂ. താങ്ക് യു.